പുൽപ്പള്ളിയിലെ കടുവയ്ക്ക് ഇതുവരെ ഇരയായത് 5 ആടുകളാണ്. 10 ദിവസമായി പുൽപ്പള്ളിക്കാരുടെ സമാധാനം കെടുത്തുന്ന കടുവ ഇപ്പോഴും വനംവകുപ്പിന്റെ റഡാറിന് പുറത്താണ്. ഇന്നലെ രാത്രിയും തിരച്ചിൽ കാര്യമായി നടന്നു. എന്നിട്ടും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയും വേഗം കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. കാടും നാടും ഇളക്കി തിരച്ചിൽ നടക്കുന്നുണ്ട്. തോക്കുമായി നടക്കുന്നുണ്ട് വനംവകുപ്പുകാർ. മറുഭാഗത്ത് പ്രതിഷേധവും ഉയരുന്നുണ്ട്. പക്ഷേ കടുവ എവിടെയെന്ന് കടുവയ്ക്ക് മാത്രമേ അറിയൂ. അമരക്കുനിയിൽ ആടിനെ പിടിച്ചത് 7-ാം തീയതി. 9-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതിയും വേട്ടയുണ്ടായി. കടുവയ്ക്ക് ഇരയായത് 5 ആടുകൾ. ഇതിനിടെ വനം വകുപ്പിന്റെ ഡ്രോൺ പരിശോധനയിൽ കടുവയെ കാണാനായി. കഴിഞ്ഞ ദിവസം ആടിക്കൊല്ലിയിലെ പീറ്ററിന്റെയും ഭാര്യയുടെയും കൺവെട്ടത്തുകൂടി കടുവ കടന്നുപോയി. ഇതാണ് അവസാന കാഴ്ച. ഇന്നലെ രാത്രി മുതൽ കടുവ വനം വകുപ്പിന് കണ്ടെത്താൻ കഴിയാത്ത വിധം മറവിൽ ഒളിച്ചു നിൽക്കുകയാണ്. രാത്രിയിൽ ഡ്രോൺ പറത്തി നൈറ്റ് പെട്രോളിംഗും ഉണ്ടായി. കടുവ കാണാമറയത്ത് തന്നെ. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിലവിൽ കടുവയുടെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങൾ എന്ന് നമ്മൾ അനുമാനിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ടൈഗറിൻ്റെ പ്രസൻസ് ലഭിച്ചിട്ടില്ല. അമരക്കുനി ഭാഗത്ത് കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് ആ ഭാഗത്തും തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണമൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. തോട്ടങ്ങളിൽ തെരച്ചിൽ തുടരുന്നുണ്ട്. വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് സംഘം തൂപ്രയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവ വീഴുമെന്ന പ്രതീക്ഷയുണ്ട് വനം വകുപ്പിന്. കടുവ ആക്രമിച്ചു കൊന്ന 5 ആടുകളുടെ നഷ്ടപരിഹാരം DFO അജിത് കെ രാമൻ വീടുകളിലെത്തി കൈമാറി. വനം വകുപ്പിനെതിരെ ഒരു ഭാഗത്ത് പ്രതിഷേധം ഉയരുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. $144 പ്രഖ്യാപിച്ച് ജനങ്ങളെയൊക്കെ വീട്ടിലാക്കിയിട്ട് കടുവയ്ക്ക് സംരക്ഷണം കൊടുക്കുക. കടുവയെ വളഞ്ഞു വെച്ചിരിക്കുന്നു, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനെ പിടിക്കുന്നില്ല, അതിനെ തുരത്തുന്നില്ല. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? മാർച്ചിന് ശേഷം ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഡോക്ടർ അരുൺ സക്കറിയ വന്നു. കോന്നി സുരേന്ദ്രനും വിക്രമും വന്നു. RRT വന്നു. വെറ്റിനറി ടീം വന്നു. പക്ഷേ കടുവ മാത്രം മുന്നിലെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനും കഴിയുന്നില്ല. ആശങ്കയുണ്ട് നാട്ടുകാർക്ക്. മറുഭാഗത്ത് പ്രതിഷേധവും ഉയരുന്നുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എബ്രഹാം തോമസ് ചോദിക്കുന്നത് കടുവയ്ക്കാണോ കാവൽ നിൽക്കുന്നത് അതോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം. വനംവകുപ്പ് കടുവയെ പിടികൂടാൻ തീവ്ര ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കടുവ കൂട്ടിലാകുന്നില്ല. പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഞങ്ങൾക്ക് പശുവിനെ കറന്ന് പാല് കൊണ്ട് കൊടുക്കാനോ കുട്ടികളെ സ്കൂളിൽ വിടാനോ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ ഭീതി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു നിലപാടാണുള്ളത്. വനം വകുപ്പ് വേണ്ടത്ര ഏകോപനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി ഏകോപനം നടത്തുകയും ആ പ്രദേശത്ത് കടുവാ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് കടുവയെ പിടികൂടി അതിനെ അവിടെ നിന്ന് മാറ്റുന്നതിനാവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. ഫോറസ്റ്റുകാരായിരുന്നു ശരിക്കും വലിയ നീക്കങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ അവർ കഴിഞ്ഞ ദിവസം നേരിട്ട് കടുവയെ കണ്ടിട്ട് പോലും ഒരു മയക്കുവെടി വയ്ക്കാനുള്ള ഒരു സാഹചര്യം അവരൊന്നും ഉണ്ടായിട്ടില്ല. പല ജനങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. വെച്ചാൽ എത്ര പേര് കൃഷിയിടങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പോകേണ്ടതാണ്. അവർക്കൊക്കെ ഭയങ്കരമായ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നീക്കിത്തരണം. അതിനാണ് സർക്കാർ നമ്മളോട് ചെയ്യേണ്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തീർത്തും നിസ്സംഗതയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചു. ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ രാവിലെ പാല് കറക്കാൻ പോകുന്ന പാല് പറ്റി ജീവിക്കുന്ന ആളുകൾക്ക് പാല് കറക്കാൻ പുറത്തിറങ്ങാൻ കഴിയില്ല. റബ്ബർ ടാപ്പ് ചെയ്യാൻ പുറത്തിറങ്ങാൻ കഴിയില്ല. കൃഷിക്കാർക്ക് കാപ്പി വിളവെടുക്കുന്ന സമയത്ത് കാപ്പി എടുക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും നമുക്കിത് തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കില്ല. പുല്ലരിയാൻ പോകാൻ പോലും കർഷകർ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ചോളവും വൈക്കോലും അടക്കം പണം കൊടുത്ത് വാങ്ങിയിട്ടാണ് ക്ഷീരകർഷകർ പശുക്കളെ പോറ്റുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കർഷകരുടെ എല്ലാം നാട്ടുകാരുടെ എല്ലാം ഭീതി അകറ്റാൻ ഉള്ള നടപടി വനംവകുപ്പും ബന്ധപ്പെട്ട വകുപ്പുകളും ചെയ്യണം എന്നാണ്. വളരെ കൺമുന്നിൽ വന്നിട്ട് പോലും വെടിവെക്കാൻ ഫോറസ്റ്റ് വകുപ്പ് തയ്യാറാകത്ത് വളരെയേറെ പ്രതിഷേധാർഹമാണ്.
നമുക്കറിയാം എത്ര കഷ്ടപ്പെട്ട് അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നുള്ളത്. ആദിവാസികളെ അടക്കം കൂലിപ്പണിക്ക് പോകാൻ പോലും പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ആ രീതിയിൽ ഞെരുക്കുന്ന ഒരു അവസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്.